20 ദിവസം കൊണ്ട് ജയിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢിയല്ല താനെന്ന് തൃക്കാക്കരയിലെ NDA സ്ഥാനാർത്ഥിയായിരുന്ന അഖിൽ മാരാർ. സ്വാഭാവികം. ജയിക്കാൻ തോന്നുമെന്ന പ്രതീക്ഷ പ്രവർത്തകർക്ക് നൽകാനായിരുന്നു ശ്രമം. എന്റെ പൊന്നു ദൈവമേ, ഇയാള് വീണ്ടും നിലപാട് മാറ്റിയോ? അല്ല, അങ്ങനെയില്ല. അഖിൽ എന്ന് പറയുന്ന വ്യക്തി, ഉമാ തോമസ് എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ മത്സരിച്ചത്. പിന്നെന്താ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് മത്സരിച്ചത്? തെരഞ്ഞെടുപ്പ് മുന്നണി രാഷ്ട്രീയങ്ങൾ തമ്മിലുള്ള ചർച്ചയാണ്. അവിടെ അഖിൽ മാരാർക്ക് പ്രാധാന്യമില്ല, ഉമാ തോമസിന് പ്രാധാന്യമില്ല. അങ്ങനെയല്ല മാരാരെ, മാരാർക്ക് അവിടെ വാല്യൂ ഇല്ല, പക്ഷെ ഉമാ തോമസിനുണ്ട്. അതുകൊണ്ടാണ് അവര് വിജയിച്ചത്. NDA മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ആശയത്തിന് വലിയ സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചു എന്നുള്ളതാണ് 3 താമര വിരിഞ്ഞതും. കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 15,000 വോട്ട് ഇത്തവണ 21,500 വർദ്ധിപ്പിക്കാൻ തൃക്കാക്കരയിൽ നമുക്ക് കഴിഞ്ഞതും. അല്ല മാരാരെ നാക്കെടുത്ത നുണേ പറയുള്ളൂ. മാരാരുടെ പോസ്റ്റിന് താഴെ കൊടുത്താൽ അത്രയും വോട്ട് താങ്കൾക്കില്ല. പോട്ടെ, അങ്ങനെ സമ്മതിച്ചാൽ പോലും കഴിഞ്ഞ തവണ 2020 BJP 2ആയിട്ടാണ് മത്സരിച്ച. ആ സമയത്ത് കുറെ വോട്ട് മുക്കി. പോട്ടെ, നിലപാടിന്റെ രാജകുമാരനല്ലേ. അഖില് വലിയ രീതിയിൽ കാടിളക്കിയ ഒരു പ്രചരണം നടത്തിയ ഒരാൾ കൂടിയാണ്. വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ ക്യാമ്പയിനുകളും കാര്യങ്ങളും ഒക്കെ നടത്തിയ ഒരാൾ കൂടിയാണ്. പക്ഷെ എവിടെയാണ് 2020 പിഴച്ചത് എന്നൊരു ചോദ്യം. എന്തായാലും 2020 പിഴച്ച ഒരേ ഒരു സ്ഥലം താങ്കളെ അവിടെ നിർത്തിയതായിരിക്കും. എന്തായാലും താങ്കളുടെ മുഖം കാരണം 10 വട്ടെങ്കിലും ആൾക്കാർ മാറ്റി കുത്തി കാണും. അതുകൊണ്ട് ഉമാ തോമസിന് 1 ഭൂരിപക്ഷത്തോടെ വിജയിക്കാൻ പറ്റി. എന്തായാലും തോറ്റ അഖിൽ മാരാർക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. എന്തായാലും പുള്ളിയുടെ അവസ്ഥ കാണുമ്പോ എനിക്ക് താണ്ട് ഈ സീനൊക്കെ ഓർമ്മ വരുന്നത്. നന്നായത് പോയത്, സമാധാനമുണ്ട്. നിനക്ക് ഇപ്പോഴും നല്ല വിഷമമുണ്ടല്ലേ? കുറേശ്ശെ മാറിക്കൊള്ളടാ.